ഹോംവർക്കാണ്, പക്ഷെ നിങ്ങളിപ്പോൾ മനസ്സിലായിക്കോളൂ. ഇതാ യൂട്യൂബിലുണ്ടാവും, നമുക്ക് എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം. 22 അല്ലേ മക്കളെ? ദിസ് വൺ വായിക്കാം. ക്വസ്റ്റ്യൻ പ്ലീസ് വായിക്കണം. The following summarized information is available. എന്ന് ചോദിച്ചാൽ നോക്കിയോക്ക് നല്ലപോലെ ഞാൻ പറയുന്നുണ്ടാ. ഞാൻ അറിയാലോ എന്താ പറയാ, ഇതൊക്കെ തന്നെ. CMA 2017 ചോദിച്ചാൽ ജൂണിൽ. അതിന് മുന്നത് ചോദിച്ച ഡേറ്റ് 1987. പിന്നെ CA ഇന്റർ 1900. ഇനിയിപ്പോൾ ഇത് ചോദിക്കാൻ പോകുന്നത് 2026 ജൂണിലാണ്. അങ്ങനെ വിചാരിക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ കാണുമ്പോഴും അപ്പോഴും വിചാരിക്കാം. അങ്ങനെ വേണം പഠിക്കാൻ. ഞാൻ തമാശ പറഞ്ഞല്ല. അങ്ങനെ ഓരോന്നും എന്താണ് ഇമ്പോർട്ടൻസ് ഈക്വൽ കൊടുക്കുക. വായിച്ചോ. ഫോളോയിങ് സമ്മറൈസ് മാർച്ച് 2010 സെയിൽ വന്നിട്ടുണ്ട്. മൊത്തം എത്ര? 19,20,50,000. ഇവരെന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം? ഓയിൽ ലിമിറ്റഡ് ആണ്. അപ്പോൾ എന്തായിരിക്കും? ഓയിലായിരിക്കും. ശ്രദ്ധിക്കണം. ഓപ്പണിംഗ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. എത്രയാണ്? എത്ര ലിറ്റർ ഉണ്ട്? 1,25,000 ലിറ്റർ. എത്ര രൂപയാണ് 1 ലിറ്ററിന്? 6 രൂപ 50 പൈസ. പിന്നെ ഈ ഓപ്പണിങ്ങിൻ്റെ കൂടെ നമ്മുടെ റിസീപ്റ്റ്സുകൾ വരുന്നുണ്ട് അല്ലേ? പർച്ചേസ് അല്ലെങ്കിൽ റിസീപ്റ്റ്സ്. ആദ്യം നമ്മൾ മാർച്ച് 5 ലിറ്ററിന് 7.10 വെച്ച് എത്ര ലിറ്റർ മേടിച്ചിട്ടുണ്ട്? 1,50,000. അടുത്ത മാർച്ച് 27 1,00,000 ലിറ്റർ എത്ര രൂപ വെച്ച് മേടിച്ചിട്ടുണ്ട്? 7. അപ്പോൾ ഇതൊക്കെ അതാണ്. ഏതാണ് അത്? ഇതാണ് റിസീപ്റ്റ്. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ എത്ര ലിറ്റർ ആവും? 1,75,000 6.5 വെച്ചിട്ടും 1,50,000 7.10 വെച്ചിട്ടും 1,00,007 രൂപ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്ലോസിങ് എത്ര കാണാനുള്ളൂ? 1,30,000. ഞാൻ ചോദിച്ചോട്ടെ, ടോട്ടൽ എത്ര വന്നിട്ടുണ്ടായിരുന്നു? ഓപ്പണിംഗ് ടൈപ്പ് കാൽക്കുലേറ്റർ 1,25,000 പ്ലസ് പിന്നെ പർച്ചേസ് ചെയ്ത് 1,50,000 പ്ലസ് 1,00,000 3,70,000. ടോട്ടൽ സാധനം നമ്മുടെ അടുത്ത് എത്ര രൂപയുടെ സാധനം ഉണ്ടാവണം? 3,00,000. എത്ര രൂപയുടെ അല്ല, ലിറ്റർ 3,00,000. ഇതിൽ നിന്നും നമ്മുടെ അടുത്ത് ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൽ എത്ര ഉണ്ടെന്നാ പറയുന്നത്? 1,30,000. അപ്പോൾ ബാക്കിയുള്ളത് എന്ത് ചെയ്തിട്ടുണ്ടാവും? സോൾഡ് ആണ്. 2,40,040. ഇതേതാണ്? യൂണിറ്റ് സോൾഡ് ആണ്. ക്ലിയർ അല്ലേ? കോമൺ സെൻസ് അല്ലേ മക്കളെ? 2,40,000 വിറ്റു. ഇങ്ങനെ പറയാം. 3,70,000 ലിറ്റർ എണ്ണ എത്ര ലിറ്റർ വിറ്റു? 2,45,000 വിറ്റപ്പോൾ എത്രയാണ് ഇപ്പോൾ ബാലൻസ് ഉള്ളത്? 1,30,000. കണക്ക്. പിന്നെ എക്സ്പെൻസ് വന്നിട്ടുണ്ട് വേറെ. ജനറൽ എക്സ്പെൻസ് 40,000. പ്രൈസിംഗ് ഓഫ് മെറ്റീരിയൽ ഇഷ്യൂ ബീങ് ഡൺ അറ്റ് ദ എൻഡ് ഓഫ് ആഫ്റ്റർ റിസീപ്റ്റ് ഓഫ് ഡ്യൂറിംഗ് ദ മന്ത്. ഓൺ ദി ബേസ് ഓഫ് ദ എബോവ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ദ ഫിഫോയിലും ലിഫോയിലും എന്തൊക്കെ കാണണം? 3 കാര്യങ്ങൾ കാണണം. ഫിഫോയിൽ കാണണം, പിന്നെ ഇതിൽ കാണണം ലിഫോയിൽ. എന്തൊക്കെ കാണുന്നത്? വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. നമുക്കിപ്പോൾ യൂണിറ്റ് അറിയാം. എത്രയാ? 1,00,000 എത്രടാ? 30,000. ഇത് ഒറ്റ ഇതിൽ തന്നെ ഈ സാധനം ചെയ്യും, ക്ലിക്കാക്കാം ഈസി ആയിട്ട്. ഓക്കെ അല്ലേ? 1.30 ഏതുള്ളത്? ക്ലോസിംഗ് സ്റ്റോക്ക് ഉള്ളത്. നമ്മൾ ആലോചിച്ച് നോക്ക്. ഈ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ ഫിഫോ ആണെങ്കിൽ, ആദ്യം ഫിഫോ ആണെങ്കിൽ ഈ 1 lakh ഉണ്ടാവില്ലേ? അപ്പോൾ ഈ പർച്ചേസ് പ്രൈസ് ഉണ്ടാവില്ലേ? 7 അല്ലടാ. അതേപോലെ ഇനി ബാക്കി 30,000 എഴുതി എടുക്കുക 1. അപ്പൊ സിമ്പിളായി. 1,00,000 × 7 30,000 × 7.10 അടിച്ചാലേ ക്ലോസിംഗ് സ്റ്റോക്ക് ഊർജിതാ. ഓക്കെ അല്ലേ? ഇനി അല്ലെങ്കിൽ ഇങ്ങനെ വരച്ചാൽ മതി. റിസീപ്റ്റ്, ഇഷ്യൂ, ബാലൻസ് അങ്ങനെ വരച്ചാൽ മനസ്സിലാവും. ഓക്കെ അല്ലേ? അതിൽ ഓപ്പണിംഗ് എത്ര ഉണ്ടാവുക? 1,20,000 6.5. പിന്നെ 1,50,000 7. 1,00,007. ഇനി ആദ്യം ഇഷ്യൂവിന് എത്ര? ടോട്ടൽ 2,40,000. ശ്രദ്ധിച്ചോളാം, ഞാൻ ചെയ്തു തരാം. അത് ഇതിൽ ക്ലിക്ക് ആവാൻ പറ്റുമോ നോക്കി നോക്ക്. 2,40,000 ഇഷ്യൂ ചെയ്തുള്ളത്. സോൾഡ് തന്നെ ഇവിടുത്തെ ഇഷ്യൂ. അപ്പൊ ആദ്യം ടൈപ്പ് ചെയ്ത 2,40,000 ടൈപ്പ്. അതിൽ ആദ്യം ഏത് പോവും? 1,20,000 പോവും. മൈനസ് 1,20,000. പിന്നെ ഏത് പോവും? 1,50,000. അല്ലോ, അത്ര പോണ്ടല്ലോ. എത്ര പോണ്ടുള്ളൂ? ഇനി 20,000. അപ്പൊ ബാക്കി എത്ര വരും? ഇവിടെ 30,000. ഇവിടെ എത്ര വരും? 1,00,000 വരും. അങ്ങനെയാണെങ്കിൽ 1,30,000. മറ്റേ നേരെ ഉൾട്ടിയും വരും. ഉൾട്ട പറയുമ്പോൾ 1,25,000 തിരിച്ചും വരും. പിന്നെ 5 തിരിച്ചും വരും.
അല്ലേ? ഇനി ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ചാർട്ട് വരച്ചാൽ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റേണ്ടതാണ്. അപ്പം എന്നെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, ഹെൽപ്പ് ചെയ്യില്ലേ? ഇല്ല, ആരാ പറഞ്ഞ്? പെപ്പേതാ 22. നമ്മൾ നടുവിൽ ഫിഫോ ലിഫോയിൽ 3 കാണാൻ പറഞ്ഞില്ലേ? അപ്പം നേരത്തെ വരച്ച പോലെ തന്നെ വരയ്ക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് 1,25,000 ലിറ്റർ അല്ലേ? അറ്റ് റുപ്പീസ് എത്ര വെച്ചാ? 6.50. പിന്നെ ആഡ് ഏതാണ്? റിസീപ്റ്റ്സുകൾ അല്ലേ? ഫസ്റ്റ് റിസീപ്റ്റ് എത്രയാ? 1,50,000. എത്ര രൂപ വെച്ച്? 7 വെച്ച് 7.1. അടുത്ത് വീണ്ടും റിസീപ്റ്റ്സ് വരുന്നുണ്ട്. എത്രയാണ്? 1,00,000. എത്ര വെച്ചാ? 7 വെച്ച്. അപ്പൊ ടോട്ടൽ നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട്? ടോട്ടൽ 5,00,000. മൈനസ് ചെയ്യണം. എന്താ മൈനസ് ചെയ്യേണ്ടത്? സോൾഡ് അല്ലെങ്കിൽ ഏതാണ്? ഇഷ്യൂഡ്. അറിയില്ല അല്ലേ? പക്ഷെ എന്തറിയാം, ഇത് മൈനസ് ചെയ്തിട്ടുള്ള എന്തറിയാം? ക്ലോസിംഗ് സ്റ്റോക്ക് അറിയാം. എത്രയാ? 1,30,000. അപ്പോൾ ബാലൻസിങ് ഫിഗർ ആയിട്ട് ഏത് എഴുതാം? ഇത് എഴുതാം. 2,40,000 എന്ത് ചെയ്തിട്ടുണ്ടാവും? വിറ്റിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? എങ്ങനെ എഴുതാം? അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്കിൽ എസ് ചെയ്താൽ 2,40,000 എഴുതാം. നമ്മൾ ശ്രദ്ധിക്കുന്നില്ലേ? ഓക്കെ, ഇത് നേരത്തെ അതേ പാറ്റേൺ തന്നെയാണ് അല്ലേ? പക്ഷെ 1-2 ചെറിയ കാര്യങ്ങൾ. ഇനി ഇതിലേതാണ് നമ്മൾ ഇതാക്കുന്നത്? ഫിഫോ സെറ്റ് ചെയ്യാം. ഇതിലേത് സെറ്റ് ചെയ്യാം? ലിഫോ സെറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? രണ്ടാമത്തെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. അപ്പോൾ ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടും. നമ്മൾ ഒന്ന് കാണുന്ന ഏതാണ്? പറയും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇവിടെയാണ് ചെയ്യണം അല്ലേ? 1 ഏതാ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ശ്രദ്ധിക്കുന്നില്ലേ നിങ്ങൾ? നല്ല കുട്ടികളാണോ കേട്ടോ? എത്ര ടോട്ടൽ വിറ്റത്? ഇവിടെയും വിറ്റതിന് മാറ്റല്ലോ. ആദ്യം ഏതിൽ നിന്ന് എടുക്കും? ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് എടുക്കും അല്ലേ? 1,25,000 ഇൻറ്റു എത്ര? 6.5. എത്ര വരും? 81. 8,00,000 അല്ലേ? 8,12,500. ഇത് ഏതിൽ നിന്ന് എടുത്ത്? ഈ ഓപ്പണിങ്ങിൽ നിന്ന് എല്ലാം എടുത്ത്. ഇനി എത്ര വേണ്ടത്? 2,40,000 1,25 പോലെ 1,20,000. ആ 1,20,000 എവിടെ നിന്ന് എടുക്കുക? 1,50,000 നിന്ന് എടുക്കും. ഇൻറ്റു 7.1 വെച്ചിട്ട് എത്ര വരും? 8,52,000 അല്ലേ? 8,52,000. ഓക്കെ അല്ലേ? അതിതാ. അപ്പോൾ ഇനി ഇല്ലല്ലോ. ടോട്ടൽ യൂണിറ്റ് എത്ര? 2,40,000. എമൗണ്ട് എത്ര വരിക? 16,64,500. സെറ്റാണ്. ഓക്കെ അല്ലേ? നമ്മൾ ചെയ്ത കാര്യമാണ് സ്റ്റേഡിയത്തിൽ ചെയ്തത്. സ്റ്റേഡിയത്തിൽ ചെയ്ത കാര്യം നമ്മൾ നിലനിൽ നമ്മൾ ചെയ്ത കാര്യമുണ്ട്. ശരിയുണ്ട്. ശരിയാട്ടാ, നമ്മൾ ശരിയാണല്ലോ എന്തായാലും. ഇനി അടുത്തേതാ? നമ്പർ 2, ക്ലോസിംഗ് സ്റ്റോക്ക്. എങ്ങനെ വാല്യൂ ക്ലോസിംഗ് സ്റ്റോക്ക്? എവിടെ ക്ലോസിംഗ് സ്റ്റോക്കുള്ളത്? ഈ റിസീവ് ചെയ്തതിലുണ്ട് അല്ലേ? 1,50 ഉണ്ടായിരുന്നു. അതിന് 1,20 പോയ എത്ര ഉള്ളൂ? 30,000 ഇൻറ്റു എത്രയാണ്? 7.1. എത്ര വരും? 13,000. പിന്നെ ഈ സാധനം തൊടാതെ അവിടെ ഉണ്ടല്ലേ? രണ്ടാമത് വന്ന് ഈ സാധനം എത്രയാ? 1,00,000 ഇൻറ്റു 7 എത്ര വരും? 7,00,000. 7 8 എത്രയാ? 9,13,000 ഇത് വരാ ക്ലോസിംഗ് സ്റ്റോക്ക് വരാം. ഓക്കെ അല്ലേ? ക്ലോസിംഗ് സ്റ്റോക്ക് അതോ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഏതാ? ക്ലോസിംഗ് സ്റ്റോക്കിന്റെ യൂണിറ്റ് ഓൾറെഡി നമുക്ക് അറിയാം. എത്രയാ? 1.30. സജീഷ് ശ്രദ്ധിക്കുന്നില്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് അപ്പുറത്ത് പോവാം. അപ്പുറത്ത് ഞാൻ പറയണം അല്ല, പക്ഷെ അത് യൂട്യൂബിലാണോ? പറയണം. ശരിയാ, ഇപ്പം നിങ്ങൾ ചെയ്യുന്നില്ല. ഓക്കെ, പറയും. അപ്പോൾ ഫിഫോ ആണെങ്കിൽ നിങ്ങൾ വിൽക്കുമ്പോൾ ആദ്യം ഇതെടുക്കുക, 1,00,000 എടുക്കും. മെമ്പർ 1,00,000
ഇൻറ്റു 7 എത്രയാ? 7 ലക്ഷം. പിന്നെ ഇനി 1 ലക്ഷം കഴിഞ്ഞ് ബാക്കി എത്ര ഉള്ളത്? 1,45,000. അത് എഴുതി നിന്നെടുക്കും. യെസ് 7.1 വെച്ച് എത്ര വരും? 10 ലക്ഷത്തി ഓക്കെ അല്ലേ? അപ്പോൾ ടോട്ടൽ ചെയ്താൽ എത്ര വരും? 17,29,500. ഓക്കെ. അതേപോലെ ഏത് കാണണം? ക്ലോസിംഗ് സ്റ്റോക്ക് ഏതിലാ വരിക? ഇത് രണ്ടും കൊടുത്തു. അപ്പോൾ ഏതിൽ നിന്ന് വരാം? 5,000. ഇത് കണ്ട ഞങ്ങൾ ഈ 1,50,000 നിന്ന് 1,45 ഇത് വിറ്റിട്ടുള്ളൂ. അപ്പോൾ അതിന് ബാക്കി എത്ര ഉണ്ട്? 5,000 ഇൻറ്റു എത്ര വെച്ച്? 7.1 വെച്ച് എത്ര വരും? 30. ഓക്കെ. പിന്നെ 1,25,000 ഇൻറ്റു എത്രയാ? 5 എത്രയാ? 8,12,500. ആകെ മൊത്തം ടോട്ടല് 8,48,000 അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഒന്നുകൂടി ഉണ്ട്. ഏതാ? പ്രോഫിറ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇല്ലടാ. നമ്പർ. അപ്പോൾ അതിനൊരു ടേബിളായിട്ട് വരയ്ക്കുകയാണ്. മൂന്നാമത്തെ ഏത് കാണാനാണ്? പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ ഹെഡിങ് എഴുതുക സ്റ്റേറ്റ്മെന്റ് ഓഫ് എന്ത് എഴുതിയാൽ മതി? പ്രോഫിറ്റ് ഓർ ലോസ്. എന്നിട്ട് ഇങ്ങനെ ഒരു സാധനം കൊടുത്താൽ മതി. ഇതേത് മെത്തേഡാ? ഫിഫോ. ഇതേതാ? ലിഫോ. എന്നിട്ട് സെയിൽസ് എഴുതാം. സെയിൽസ് മാറ്റം ഉണ്ടാവും രണ്ടിലും. എത്ര തന്നെ വരാം? 19,20,25,000. മറ്റൊടുത്തും 19,20,25,000. ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോഴുള്ള പ്രശ്നം കൊണ്ട് ഏതിന് മാറും? ഇനി മൈനസ് ഏതാ? പ്രോഫിറ്റ് കാണാൻ മൈനസ് കോസ്റ്റ് ഓഫ് പറയടാ ഗുഡ്സ് സോൾഡ്. എത്ര കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ കണ്ടെത്തിയല്ലേ മുകളില്? ഫസ്റ്റ് എത്ര? 160. 16,64,500. എത്ര വരും? 16,64,500. കുറയ്ക്കാൻ പറ്റും. അടുത്തേതാ? 17,29,000 അല്ലടാ 29,500. ഇനി ഒരു എക്സ്പെൻസും കൂടെ അവർ വേറെ തന്നിട്ടുണ്ട്. കണ്ട പ്രോഫിറ്റ് അല്ല കാണാൻ പറഞ്ഞു. അപ്പോൾ എക്സ്പെൻസും കൂടെ എന്ത് ചെയ്യണം? ജനറൽ ആയിട്ടുള്ള എക്സ്പെൻസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എത്ര? 45,000. ഇനി കുറച്ചിട്ടാണ് പ്രോഫിറ്റ്. വേറെ അഡ്ജസ്റ്റ്മെന്റുകളൊന്നും ഇല്ലാന്ന് വിചാരിക്കാം. എത്ര പ്രോഫിറ്റ് വരാം? 15,500. മറ്റേ 1,50,500. ഓക്കെ അല്ലേ? എന്താ ഈ പ്രോഫിറ്റ് വ്യത്യാസമുള്ള കാരണം? സെയിൽസ് ആണോ? അല്ല. അതർ എക്സ്പെൻസ് ആണോ? അല്ല. ആരാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇതാവാനുള്ള കാരണം ഏത് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ്? ഫിഫോയും ലിഫോയും. അതിൻ്റെ റേറ്റിലെ വ്യത്യാസം അനുസരിച്ചുള്ള വ്യതിയാനമാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ.